Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന കോൺഗ്രസ് പ്രഖ്യാപനവും വന്നു. പത്മജിയുടെ ചുവടുമാറ്റത്തിന് പിന്നാലെ തൃശൂരിൽ മുരളീധരനെ ഇറക്കി കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. പ്രതാപന്റെ ഇഷ്ടം പോലെ തന്നെ നിയമസഭാ സീറ്റ് മതിയെന്ന തീരുമാനത്തിന് കോൺഗ്രസ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. വടകരയിൽ കെ ശൈലജയെ നേരിടാൻ ഷാഫിയെ ഇറക്കി മറ്റൊരു സർപ്രൈസ്. ആരിഫിൽ നിന്നും ആലപ്പുഴ പിടിക്കാൻ KC ഇറക്കിയുള്ള പൂഴിക്കടകൻ. ലിസ്റ്റിലെ മായാചാരങ്ങൾ കോൺഗ്രസിനെ തുണയ്ക്കുമോ? കോൺഗ്രസിന്റേത് പൊരുതുന്ന ലിസ്റ്റും. പൊരുതുന്ന ലിസ്റ്റോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം MV നികേഷ് കുമാറിന്റെ ഇപ്പോൾ ചർച്ചയും അത് തന്നെയായിരുന്നല്ലോ. തീർച്ചയായും പൊരുതുന്ന ലിസ്റ്റാണ്. കോൺഗ്രസിന് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. ശശി തരൂർ പ്രവർത്തക സമിതി അംഗം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. KPCC അധ്യക്ഷൻ K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു. പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ മത്സരിക്കുന്നു. മുൻ KPCC പ്രസിഡന്റ് തൃശ്ശൂരിൽ മത്സരിക്കുന്നു. ഇവർ 6 പേരും ഘടാഘടിയന്മാരാണ്. സ്വാഭാവികമായും ഓരോ മണ്ഡലത്തിലെയും നിർണായക ശക്തികളാണ് മറ്റ് സ്ഥാനാർത്ഥികൾ. അതുകൊണ്ട് നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കണ്ടതുപോലെ തന്നെ ഒരു ഒത്ത പ്രതിയോഗികളായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് 16 സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് 39 സ്ഥാനാർത്ഥികളുടെ ആദ്യ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നത് കേരളത്തിലേതാണ് എന്ന് കാണണം. കേരളത്തിലൊരു പ്രത്യേകമായ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ. ഇവിടെ ഇടതുപക്ഷമാണ്. അവർ നേരത്തെ ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ ആദ്യം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനൊത്ത രീതിയിൽ ടൈം ടേബിൾ ക്രമീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത്. നമ്മൾ വേഗം ഈ മാറ്റങ്ങളിലേക്ക് പോയാൽ വടകര, അവിടെ ഷാഫി പറമ്പിലാണ് സ്ഥാനാർത്ഥി. നോക്കൂ, നമ്മൾ കാണേണ്ടത് KC വേണുഗോപാൽ പറഞ്ഞത് ഞാൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാണ്, പക്ഷേ സാമുദായിക സമവാക്യം കൈകാര്യം ചെയ്യണം സംസ്ഥാന നേതൃത്വം എന്നാണ്. അങ്ങനെ ആലപ്പുഴയിൽ KC വേണുഗോപാലിന് മത്സരിക്കാൻ, അവിടെയായിരുന്നു നേരത്തെ 2019 ഷാനിമോൾ ഉസ്മാൻ എന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാറ്റി വീണ്ടും KC വേണുഗോപാൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിയോഗിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ സാമുദായിക സന്തുലനത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ പറഞ്ഞത് ഞാൻ ആലപ്പുഴയിൽ വരണമെങ്കിൽ സാമുദായിക സന്തുലനം ആവശ്യമാണ് എന്ന്. ആ സാഹചര്യത്തിലാണ് വടകര, അവിടെ നമ്മൾ വിചാരിച്ചിരുന്നത് നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചിലപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യതയില്ല, അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരുമെന്നായിരുന്നു. എങ്കിൽ വയനാട് സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്കും കോൺഗ്രസ് തയ്യാറായില്ല. രാഹുൽ ഗാന്ധി നേരെ വന്ന് വയനാട് മത്സരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും പിന്നെ വേറൊരു മണ്ഡലം ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്കായി ഒഴിയണം. നിലവിൽ TN പ്രതാപൻ തൃശ്ശൂർ ഒഴിയാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുകയായിരുന്നു. TN പ്രതാപനെ സംബന്ധിച്ചിടത്തോളം TN പ്രതാപൻ്റെ താല്പര്യം മുൻനിർത്തിയും പ്രത്യേകിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലുണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തി, അതായത് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നു, കരുണാകരൻ്റെ തട്ടകത്തിൽ മുരളീഭവനം ഒരു BJPക്കാരി സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതും കോൺഗ്രസ്സിന് അക്കാര്യത്തിൽ ഉണർന്ന ഒരു വികാരമുണ്ടല്ലോ, ആ വികാരം ഉപയോഗപ്പെടുത്തുന്നതിനും മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കി വടകരയിൽ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇതൊരു ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷൻ വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതകൾ കൊണ്ട് നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ CPMൻ്റെ ഭാഗത്തു നിന്നും ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞത് 2 പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഒന്നിനി അഥവാ ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിക്കുകയാണെങ്കിൽ തന്നെ രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് പോവും. ഇന്നിപ്പോൾ രാജ്യസഭാ സീറ്റിന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എങ്കിൽ അവിടെ BJPക്ക് മാത്രമേ ജയിക്കാൻ കഴിയൂ. അങ്ങനെ രാജ്യസഭയിൽ 3 സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിന് 3 സീറ്റിൻ്റെ മാത്രം അകലമുള്ള BJPക്ക് ഒരു രാജ്യസഭാ സീറ്റ് കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ KC വേണുഗോപാൽ വന്ന് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എന്നുള്ളത്. പിന്നെ വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ KVS ഹരിദാസ് പറഞ്ഞൊരു പോയിൻ്റുണ്ട്. 1960 ശേഷം ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരിക്കൽ പോലും മുസ്ലിം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാത്ത മണ്ഡലമാണ് വടകര.
അങ്ങനെയുള്ള ഇടത്ത് ഷാഫി പറമ്പിലിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് CPM-നുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ്. ഇത് മുരളീധരനും CPM-ഉം തമ്മിൽ നിയമത്തെ എങ്ങനെയാണോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുള്ളത്, സമാനമായ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ ഈ വടകരയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത്. വടകരയിൽ ശൈലജ ടീച്ചറിൻ്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മാറ്റം എന്നുള്ളതാണ്. പക്ഷേ നമ്മളങ്ങനെ മതപരമായിട്ടും ജാതീയമായിട്ടും അതിനെ കാണേണ്ടതില്ല. കാരണം വടകരയിലെ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഈ ഇടതുപക്ഷത്തെ മൂന്നാം സ്ഥാനത്താക്കിക്കൊണ്ട് BJPയുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ ഒരു ക്ലിഫ് ഹാങ്ങറിൽ തോൽപ്പിച്ചിട്ടുള്ള ആളാണ് ഷാഫി പറമ്പിൽ. മാത്രമല്ല ഷാഫി പറമ്പിലിന് അവിടെ കുടുംബ ബന്ധവുമുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ ഭാര്യ തലശ്ശേരിക്കാരിയാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെ അങ്ങനെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ മാത്രം, ആ അളവുകോലിൽ മാത്രം കാണാൻ കഴിയില്ല. പക്ഷേ ആ നെറേറ്റീവ് ഇതിനകം തന്നെ BJP ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് AICCയുടെ മുൻ അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയെയും സംഘടനാ ജനറൽ സെക്രട്ടറിയും ഒരുപോലെ കേരളത്തിൽ ഇറക്കാനുള്ള ഇക്വേഷൻ്റെ ഭാഗമായിട്ടുള്ള ക്രമപ്പെടുത്തലാണ് എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായും ഒരു എന്താ പറയുക, ലഭ്യമായിട്ടുള്ള, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് എന്ന നിലയിൽ തന്നെയാണ് നമുക്ക് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഈ BJPയിലേക്ക് പത്മജ വേണുഗോപാൽ പോയതിന് ശേഷമുള്ള ചില ക്രമപ്പെടുത്തലുകൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഈ പത്മജ വേണുഗോപാൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഈ മുരളി പത്മജ ദ്വന്ദ്വം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്, പത്മജയ്ക്ക് പുറമേ BJPയിലേക്ക് ഇനിയിപ്പോൾ UDFിലെയോ LDFിലെയോ ആരെങ്കിലും ഒക്കെ പോകാനുണ്ടോ, ഈ നറേറ്റീവ് എങ്ങനെയാണ് LDF ഗ്രൗണ്ടിൽ ഇറക്കാൻ പോകുന്നത്, അതിനെ എങ്ങനെയാണ് കോൺഗ്രസും UDFും പ്രതിരോധിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ പറയുന്ന പ്രതിരോധത്തിൽ എവിടെ നിൽക്കും തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. നമുക്ക് ചർച്ച വരുമ്പോൾ പറയാം. ശരി, ഡോക്ടർ അരുൺ, പൊരുതുന്ന ലിസ്റ്റാണോ, മികച്ച ലിസ്റ്റാണോ? ഞാനിതിനെ തീർച്ചയായിട്ടും ഒരു ഫൈറ്റിംഗ് ലിസ്റ്റാണ് എന്ന കാര്യത്തിൽ എനിക്കും സംശയമില്ല. പക്ഷേ ഞാനിതിനെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കുന്നില്ല. പകരം ഇതൊരു എമർജൻസി ബൈപ്പാസ് സർജറി എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലിസ്റ്റ് ഇങ്ങനെ ആകുമായിരുന്നില്ല ഒരുപക്ഷെ വരേണ്ടിയിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് നിന്നും ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോവുകയും വടകരയിൽ നിന്ന് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരികയും ചെയ്യുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പക്ഷേ എല്ലാ മാറ്റങ്ങളും എവിടെയാണ് സംഭവിച്ചത്? ഒരൊറ്റ പോയിന്റിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരികയും ആ മുസ്ലിം കാൻഡിഡേറ്റ് വന്നിരുന്നെങ്കിൽ ആ പ്രശ്നം തൽക്കാലം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. പക്ഷേ ഒരു പ്രശ്നം സംഭവിച്ചത്, കണ്ണൂരിൽ ഈ 3ാം സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ലീഗ് വയനാട്, കോഴിക്കോട്, കണ്ണൂർ ഈ 3 സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ KPCC പ്രസിഡന്റ് K സുധാകരൻ താൻ തന്നെ ആ സീറ്റിൽ മത്സരിക്കുമെന്നും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്നും ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ ഇതിലേതെങ്കിലും ഒരു സീറ്റിൽ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥികൾ എത്താത്ത പക്ഷം അത് ലീഗിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മറ്റു വ്യാഖ്യാനങ്ങൾക്കിടയാക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെങ്കിൽ സ്വാഭാവികമായും KPCC പ്രസിഡന്റിന് കണ്ണൂരിൽ മത്സരിച്ച മതിയാവൂ. അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലാത്ത സാഹചര്യമുണ്ടാവും. പിന്നീട് ഒരേ ഒരു സാധ്യതയുള്ളത് വടകരയാണ്. വടകരയിൽ നിർത്താവുന്ന 2 സ്ഥാനാർത്ഥികളുടെ പേരാണ് അവർ ആദ്യം പരിഗണിച്ചത്. അതിലൊന്ന് T സിദ്ദീഖാണ്. പക്ഷേ T സിദ്ദീഖ് ഇപ്പോൾ MLA ആണ് കൽപ്പറ്റയിൽ നിന്ന്. മാത്രവുമല്ല, വളരെ കൃത്യമായ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ വയനാട് മണ്ഡലത്തെ നോക്കുന്നത് ഈ T സിദ്ദീഖുമൊപ്പം IC ബാലകൃഷ്ണനുമാണ്. അപ്പോൾ T സിദ്ദീഖിനെ വടകരയിലേക്ക് കൊണ്ടുവരാനുള്ള ആദ്യത്തെ തീരുമാനം T സിദ്ദീഖ് തന്നെ നേരിട്ട് തടയുന്നു. പിന്നീടുള്ള ഒരേ ഒരു പേര് എന്തെങ്കിലും സാധ്യത വടകര മണ്ഡലത്തിലുള്ളത് അത് ഷാഫി പറമ്പിൽ മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വടകരയുടെ മരുമകനാണ് ഷാഫി പറമ്പിൽ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ ഘടകം, 3 തവണ പാലക്കാട് മണ്ഡലത്തിൽ ഗംഭീര വിജയം നേടിയ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ആദ്യം മത്സരിക്കുന്നത് സമുന്നതനായ അവിടുത്തെ KK ദിവാകരനെയാണ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ സജീവ പ്രവർത്തകനാണ്. പിന്നീട് പരാജയപ്പെടുത്തുന്നത് NM കൃഷ്ണദാസിനെയാണ്. പിന്നീട് പരാജയപ്പെടുത്തുന്ന ഘട്ടമായപ്പോഴേക്കും ഈ 2ാമത്തെ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനും പിന്നീട് ഈ മെട്രോമാൻ ശ്രീധരനും എത്തുന്നു. 3300-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിലും വളരെ വളരെ ടൈറ്റായിട്ടുള്ള ഫൈറ്റ് കൊടുത്ത കാൻഡിഡേറ്റാണ് ഷാഫി. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. പാലക്കാട് മണ്ഡലത്തിലുള്ളത് കൊണ്ട് തന്നെ പാലക്കാടിൻ്റെ മുക്കിലും മൂലയിലും ഷാഫിക്ക് ഒരു വലിയ സ്വാധീനമുണ്ട്. ഷാഫിക്ക് ഫാൻസുണ്ട്. ഷാഫിയെ അത്രമേൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഷാഫിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് നമ്മൾ ധരിക്കുന്നത് പോലെ ഏതെങ്കിലും മുസ്ലിം ബെൽറ്റിൽ നിന്ന് മാത്രമല്ല, കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിലടക്കം
ഷാഫി പറമ്പിൽ വളരെ സ്വാധീനമുള്ള ഒരു കാൻഡിഡേറ്റാണ്. അപ്പോൾ ഷാഫിക്ക് വൈകാരികമായിട്ടുള്ളൊരു ഒരു ഇമോഷണലായിട്ടുള്ളൊരു അടുപ്പം പാലക്കാട് മണ്ഡലവുമായിട്ടുണ്ട്. ഇന്ന് തന്നെ എനിക്കറിയാവുന്ന ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരിൽ പലരും ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടാണ്, അക്ഷരാർത്ഥത്തിൽ വിതുമ്പുകയാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് ഒരു MLA ആ മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നതിനെ വൈകാരികമായി അടുത്ത കാലത്ത് യാത്ര അയച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാലക്കാട്ടത് ഞാൻ നേരിട്ട് കാണുന്നതുമാണ്. ഒരു വളരെ അടുത്ത് KSUവിൻ്റെയൊക്കെ സജീവ പ്രവർത്തകരായിരുന്ന ആളുകൾ എൻ്റെ ഫോൺ വിളിച്ച് കരയുന്നത് ഞാൻ അല്പസമയം മുമ്പ് കേട്ടിട്ടുണ്ട്. ഇത് വൈകാരികമായൊരു ബന്ധം ഷാഫിക്ക് പാലക്കാടുമായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല വടകരയിലെ സ്ഥിതി. വടകരയിൽ നോക്കൂ, 4-4.25 ലക്ഷത്തോളം വോട്ടുകൾ CPMൻ്റെ ഉറച്ച വോട്ടാണ്. 75% ടേൺ ഔട്ട് ഉണ്ടായിരുന്ന വടകരയിൽ അത് 80% മുകളിലേക്ക് പോകുന്ന 2014 മുതലാണ്. അവിടുന്ന് ഇങ്ങോട്ട് 4 ലക്ഷത്തിന് മുകളിൽ CPMന് ഒരു ഘട്ടത്തിൽ മാത്രമാണ് ആ വോട്ട് താഴ്ന്നതെങ്കിൽ പോലും അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായ, നിലവിൽ ഷാഫി പറമ്പിനെ സംബന്ധിച്ച് വളരെ ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അസാധ്യമെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി. കാരണം 2019 ഉണ്ടായിരുന്ന സാഹചര്യമല്ല 2024. അവിടെ 1.5% ടേൺ ഔട്ടിലുള്ളൊരു വർധനമുണ്ടാകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ശബരിമലയിലെ വിഷയത്തോടു കൂടി വളരെ വലിയ രീതിയിലുള്ളൊരു വ്യത്യാസം ഉണ്ടാകുമ്പോഴും P. ജയരാജൻ 4,26,000 വോട്ടുകൾ അവിടെ സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് വോട്ട് വിഹിതം CPM വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് KK ശൈലജയാണ്. KK ശൈലജയ്ക്ക് വടകരയിലെ ഗ്രാമങ്ങളിൽ ഓരോ PHC സെൻറ്ററുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലുള്ള ബന്ധം വളരെ ഒരു ലേഡി കണക്റ്റ് അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലെയും സ്ത്രീകൾ നിപ്പയാണെങ്കിലും കോവിഡിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും തൊട്ടടുത്തുള്ളൊരാളെ എന്ന വണ്ണം KK ശൈലജ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഷാഫി പറമ്പിൽ ചെല്ലുന്നത്. തീർച്ചയായും അവിടെയുള്ള ലീഗിനെ സംബന്ധിച്ച് ആ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാതിരിക്കാൻ സുധാകരൻ ഫാക്ടർ അവിടെ വർക്ക് ചെയ്യില്ല. പക്ഷേ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പോലെയുള്ളൊരു മണ്ഡലമേ അല്ല, അങ്ങനെ ഒരു ടെറൈനേ അല്ല വടകര എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു എമർജൻസി ഓപ്പറേഷനാണ്. 2 കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. ഒന്ന്, രാഹുലിൻ്റെ വയനാടിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് മുഴുവൻ ഇക്വേഷൻസിനെയും ചേഞ്ച് ചെയ്തത്. ഒരു ഘട്ടത്തിൽ ആലോചിച്ചത് ആലപ്പുഴയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്താമെന്നാണ്. അവിടെ ഷുക്കൂറിൻ്റെ പേര് പരിഗണിക്കാം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പിന്നീട് അത് വേണ്ടെന്ന് വയ്ക്കുന്നതും നേരത്തെ സൂചിപ്പിച്ച വിജയസാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരുപക്ഷെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നൗഷാദ് അലിയോ ഒരു പക്ഷേ ഷാനിമോൾ ഉസ്മാനോ ഒക്കെ വയനാട് നിന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ ഇക്വേഷൻസ് ഇങ്ങനെ ചേഞ്ച് ആകുമായിരുന്നില്ല. രണ്ടാമത്തെ ഘടകം തീർച്ചയായിട്ടും പത്മജ ഫാക്ടറാണ്. അവിടെ ഒരു ഇമോഷണൽ കണക്ട് KM മുരളീധരൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛനെ സംഖ്യയായി വിലപേശാൻ ഞാൻ അനുവദിക്കില്ല എന്ന വൈകാരികമായ ഒരു പൊളിറ്റിക്കൽ ടോൺ അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുതന്നെയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിലും KM മുരളീധരൻ ഉപയോഗിക്കാൻ പോവുക. പത്മജ പ്രചരണത്തിനിറങ്ങിയാൽ BJP 3ാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് KM മുരളീധരൻ പറയുന്നത്. ആ അർത്ഥത്തിൽ ഒരു വൈകാരികമായ ഒരു കണക്ട് തൃശ്ശൂരിൽ സൃഷ്ടിക്കാൻ സാധിക്കും. അതാണ് ഇനി KM മുരളീധരൻ അവിടെ സൃഷ്ടിക്കാൻ സാധിക്കുക. പക്ഷേ അത് നെറ്റ് എഫക്റ്റ് BJPക്ക് ദോഷകരമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിനി ആ ഇക്വേഷൻസ് ഒക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലേക്ക് വരാമെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വാദം ഇതാണ്, ഇത് പൊരുതുന്ന ലിസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് അല്ല, ഇതൊരു ക്രൈസിസ് ബൈപ്പാസ് എമർജൻസി ഓപ്പറേഷനാണ് എന്നതാണ്. ശരി, പൊരുതുന്ന ലിസ്റ്റോ എന്നുള്ളതാണ് ചോദ്യം. പൊരുതുന്ന ലിസ്റ്റ് എന്നുള്ളതല്ല, മികച്ച ലിസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നു. കോൺഗ്രസ് അല്പം സമയമെടുത്താണെങ്കിലും ജയിക്കുക എന്ന ലക്ഷ്യം, ജയിക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഭാഗ്യ പരീക്ഷണത്തിനും ഇല്ല എന്ന രൂപത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പത്മജ പോയ ശേഷമുള്ള സംഭവവികാസങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള മാറ്റം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് മുരളീധരൻ്റെ കാര്യത്തിൽ മുരളീധരന് ഒരു രക്ഷകൻ്റെ പരിവേഷം വന്നിരിക്കുകയാണ്. മുരളീധരനെ പറ്റി ഈ പത്മജ BJPയിലേക്ക് പോയ ശേഷം P. ജയരാജൻ പറഞ്ഞത് പെങ്ങൾ പോയി ആങ്ങള ഉടനെ പോകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല, BJPയോട് നേർക്കുനേർ പോരാടാൻ തന്നെ KM മുരളീധരൻ ഇറങ്ങുകയാണ് എന്നുള്ളതുകൊണ്ട് തൃശ്ശൂരിൽ KM മുരളീധരനെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അത് ഒരു തരത്തിലുള്ള ഒരു ഭാഗ്യ പരീക്ഷണം കൂടിയാണ്. TN പ്രതാപൻ വളരെ മുരളീധരൻ വരട്ടെ, മുരളീധരന് എല്ലാതരം പിന്തുണയും നൽകുന്നു എന്ന് പറയുന്നു. നേരത്തെ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു, ചുവരെഴുത്തുണ്ടായിരുന്നു, എല്ലാം വായിച്ചു. 1 കോടിയെങ്കിലും അതിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മായ്ക്കാനും പുതിയ മുരളീധരൻ്റെ പേര് എഴുതാനും പ്രതാപൻ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുള്ളതാണ്, TN പ്രതാപൻ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിയമസഭയാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഏതായാലും മണലൂർ നടപ്പാകും എന്നുള്ള രൂപത്തിലേക്ക് ഏതായാലും പാർട്ടി തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ആശ്വാസമായിരുന്നിരിക്കും ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ മത്സരത്തിൽ താൻ ഭാഗഭാഗാക്കുന്നില്ല, അവിടേക്ക് മുരളീധരൻ വരട്ടെ എന്നുള്ള ഒരു ആശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായാലും KM മുരളീധരൻ ശക്തനായി തന്നെ വരുന്നു. അതോടൊപ്പം തന്നെ പത്മജയും അപ്പുറത്ത് പോര് തുടങ്ങുന്നുണ്ട്. സഹോദരനെ പറ്റി പറഞ്ഞത്, അച്ഛനെ പറ്റി പറഞ്ഞത്, മാരാർ ബന്ധുവാണ് എന്ന് പറഞ്ഞ ശേഷം
ഇന്നിപ്പോൾ ചില പോസ്റ്ററുകൾ കരുണാകരൻ്റെ പോസ്റ്ററും BJP പ്രചാരണത്തിന് പത്മജയുടെ ചിത്രത്തോടൊപ്പം വെച്ചിരിക്കുകയാണ്. അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ അപമാനകരമായ സംഭവമാണ്. പലയിടത്തും അതിൻ്റെ പേരിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, അവർ ലീഡർ എന്ന് വിളിക്കുന്ന നേതാവിനെ തന്നെ ആ രൂപത്തിൽ ഉപയോഗിക്കുന്നു BJP എന്നുള്ളത് വലിയ വിഷയമായി തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കും. അത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ആവേശം പകരുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല പത്മജ എന്ന BJP നേതാവ് പറയുന്ന പ്രതികരണങ്ങൾ എത്രത്തോളം ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്, എത്രത്തോളം ഗൗരവത്തിലുള്ള രാഷ്ട്രീയം അവർ പറയുന്നു, അവരിലെ രാഷ്ട്രീയക്കാർ ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ കൂടി യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് കരുതുന്നത്. ഇന്നിപ്പോൾ ചില പ്രതികരണങ്ങളിൽ കുറച്ച് ഷാർപ്പായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിനോടുള്ള മറുപടിയായിട്ടൊക്കെ പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പോയത് എന്തിനാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ജയിലിൽ പോയത് നമ്മൾ കണ്ടതാണ്. അന്ന് സമരകാലവും ആ സമരത്തിന് ശേഷം ജയിലിൽ പോയതും അത്രയും ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു പക്വതയില്ലായ്മയാണ് ചില പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ സഹോദരനെ പറ്റി പറയുന്ന കാര്യങ്ങളും ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മറുപടികൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ചൂട് പകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വടകരയും തൃശ്ശൂരും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്നത്. വടകരയിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഡോക്ടർ അരുൺ പറയുണ്ടായി, ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് പോകുന്നതിൽ കരയുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന്. പക്ഷേ ഷാഫി പറമ്പിൽ എന്നുള്ള നിയമസഭയിൽ ഏറ്റവും ശക്തനായ MLA, സഭയിൽ ഏറ്റവും നന്നായി പ്രതികരിക്കുന്ന പ്രതിപക്ഷത്തിനുള്ള ഏറ്റവും ശക്തമായ ശബ്ദമാണ്. അപ്പോൾ ഷാഫിയെ പാർലമെന്റിലേക്ക് അയക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ KC വേണുഗോപാൽ പറഞ്ഞ പോലെ ന്യൂനപക്ഷത്തിന് കൂടി പരിഗണന നൽകുന്ന ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ അതിൽ ശക്തനായ MLA ആരാണ് അല്ലെങ്കിൽ ശക്തനായ നേതാവ് ആരാണ് അയാളെ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. വടകരയിൽ നേരത്തെയും പരീക്ഷണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. മുല്ലപ്പള്ളി ആയാലും സതീദേവിയെ മത്സരിക്കുമ്പോൾ ആ രൂപത്തിലാണ് ഒരു പരീക്ഷണം തന്നെയായിരുന്നു. പിന്നീട് K മുരളീധരൻ വരുമ്പോഴും പരീക്ഷണം തന്നെയായിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ വരുമ്പോഴും ഷാഫി പറമ്പിൽ അവിടെ വരുന്ന ഘട്ടത്തിൽ RMPക്ക് ചെറിയ ആശങ്കയുണ്ട് എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ പരസ്യമായവർ അതങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചും ലീഗായാലും ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയായാലും ഈ ലിസ്റ്റിനെ ആരാണ് വരുന്നതെന്നുള്ള സൂചനയൊക്കെ കിട്ടിയ ശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നല്ലോ. സ്വാഗതം ചെയ്തിട്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചിട്ടുള്ളത്, ലീഗും പ്രതികരിച്ചിട്ടുള്ളത്. അവിടെ ന്യൂനപക്ഷ വോട്ട് നല്ലവണ്ണം ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് വടകര എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ വടകരയിൽ ആ രൂപത്തിലുള്ള പിന്തുണ ഷാഫി പറമ്പിലിന് കിട്ടും എന്നുള്ള കാര്യം അവിടെ സമസ്തയ്ക്ക് സ്വാധീനമുണ്ട്. ആ സമസ്തയുടെ സ്വാധീനം ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. സമസ്ത ഈ കൊയിലാണ്ടി, കുറ്റ്യാടി, നാദാപുരം മേഖലകളിലും കൂത്തുപറമ്പ്, പേരാമ്പ്രയിലും ചെറിയ ശതമാനം ന്യൂനപക്ഷ വോട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ജമാഅത്തുണ്ട്, സമസ്തയുണ്ട്. ഇതൊക്കെ തന്നെയും ഒരുപക്ഷെ ഷാഫി പറമ്പിലിന് സഹായകമായേക്കാം. മനസാക്ഷി വോട്ട് ചെയ്യണമെന്ന് സമസ്ത പറഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഉറപ്പായിട്ടും അത് ഷാഫി പറമ്പിലിന് കിട്ടുമെന്ന് തന്നെ കരുതാം. അപ്പോൾ അതൊരു പ്ലസ്സാണ് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച്. അപ്പോൾ കഴിയുന്നത്രയും മറ്റ് സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ 3, 4, 5, 11, 12 തവണ മത്സരിച്ച സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നേരത്തെ മത്സരിച്ച് ജയിച്ചവരും പൊരുതിയവരുമായുള്ള ഏറ്റവും ശക്തരായ നിരയെ തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് പൊരുതുന്ന ലിസ്റ്റ് എന്നതിലപ്പുറം നല്ല ലിസ്റ്റ് എന്ന് ഞാൻ പറയും. സുജിയ, കോൺഗ്രസിന് നല്ല അങ്കലാപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്ന ലിസ്റ്റാണ്. കാരണം വടകരയിൽ നിന്ന് മുരളീധരനെ പറിച്ച് തൃശ്ശൂരിലേക്ക് ഇട്ടത് വെറുതെ പൊരുതാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. പത്മജ പോയതുണ്ടാക്കുന്ന ഡാമേജ്, അതിനുള്ളൊരു മറുമരുന്നാണ് തൃശ്ശൂരിലേക്കുള്ള K മുരളീധരൻ്റെ വരവ്. TN പ്രതാപൻ നിന്നാൽ തൃശ്ശൂർ കിട്ടാൻ പോകുന്നില്ല. ECI VS സുനിൽകുമാർ അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളൊരു ഘട്ടത്തിലേക്ക് തൃശ്ശൂർ എത്തിക്കഴിഞ്ഞു. പോരാട്ടം സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ്. അപ്പോൾ അവിടേക്കൊരു നല്ല മത്സരം കാഴ്ചവെക്കണമെങ്കിൽ K മുരളീധരനെയെങ്കിലും ഇറക്കി നോക്കണം. അല്ലെങ്കിൽ പത്മജ അവിടെ ഒരു ഡാമേജ് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് തൃശ്ശൂർ എന്ന് പറയുന്ന ലീഡറുടെ തട്ടകത്തിൽ അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടാകുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നും അറിയാം. മാത്രമല്ല ഇപ്പോൾ C രഘുനാഥ് ആകട്ടെ, അനിൽ ആന്റണി ആകട്ടെ, പത്മജ വേണുഗോപാൽ ആകട്ടെ, ഇതിൽ 2 പേർ, C രഘുനാഥിനെ നമുക്ക് മാറ്റി നിർത്താം, മറ്റ് 2 പേരും 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ കേരള രാഷ്ട്രീയത്തെ ഉൾക്കൈയിൽ കൈവെള്ളയിൽ കൊണ്ടു നടന്ന 2 പേരാണ്. AK ആന്റണി ആയാലും K കരുണാകരൻ ആയാലും. അതിൽ AK ആന്റണി ഇന്നും കോൺഗ്രസിന്റെ സമാരാധ്യനായ നേതാവായി നിൽക്കുന്നു. അപ്പോൾ ആ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും പത്മജ വേണുഗോപാൽ എന്ന ലീഡറുടെ മകളും, ഈ 2 പേരെയും മുൻനിർത്തിക്കൊണ്ട് 2 ഫിഗേഴ്സ് മുന്നിൽ നിർത്തുകയാണ്. ആ 2 ഫിഗേഴ്സ് മുന്നിൽ നിർത്തിക്കൊണ്ട് BJP പറയുന്നത് എന്താണ്? BJPക്ക് നേരെയുള്ള ആ അൺടച്ചബിലിറ്റി അത് മാറി വരുന്നു കേരളത്തിൽ. അതിനുള്ള കൃത്യമായ റെഫറൻസായി ഉയർത്തിക്കാട്ടുന്ന 2 പേരുകളാണ്. BJPക്ക് അത്രയും മതി. അനിൽ ആന്റണി, പത്മജ വേണുഗോപാൽ, ഈ 2 നേതാക്കളുടെ മക്കൾ എന്ന് പറയുന്ന ആ ഒരു ഐഡന്റിറ്റി വെച്ച് BJP ഉദ്ദേശിക്കുന്നത് BJPക്ക് നേരെയുള്ള ആ തൊട്ടുകൂടായ്മ മാറി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ. ത്രിപുര പോലെ, ബംഗാൾ പോലെ ഇവിടെയും അധികാരത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരിടമാണ് എന്ന് പറഞ്ഞു
വെക്കുന്നതിനായാണ് ആ പേരുകൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മുരളീധരനെ ഇറക്കി തൃശ്ശൂർ ഇപ്പോൾ കയ്യിലുണ്ട്, അത് കയ്യിൽ നിന്ന് പോകാതെ നോക്കണം. പിന്നെ പത്മജ ഉണ്ടാക്കുന്ന പ്രസ്താവന പരിക്കുകളുണ്ട്. പ്രസ്താവന പരിക്കുകൾക്ക് കൃത്യമായ മറുപടി പറയണമെങ്കിൽ മുരളീധരൻ തൃശ്ശൂരിൽ തന്നെ വേണം. കാരണം സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനായിരിക്കും കൂടുതലായും പത്മജയെ BJP ഉപയോഗിക്കാൻ പോവുക. അപ്പോൾ അതിന് തടയിടണമെങ്കിൽ കൃത്യമായി തൃശ്ശൂരിൽ പ്രതാപൻ നിന്നിട്ട് കാര്യമില്ല, അവിടെ മുരളീധരൻ തന്നെ വേണം. പിന്നെ വടകരയിൽ KK ശൈലജ എന്ന് പറയുന്നത് ശക്തയായ മത്സരാർത്ഥിയാണ്. വടകരയിൽ KK ശൈലജ ജയത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ K മുരളീധരൻ അല്ലെങ്കിൽ ശക്തനായ ഒരു എതിരാളിയായി ആരെ നിർത്തും? കോൺഗ്രസിൽ അങ്ങനെ ഏത് നേതാവാണ് ഉള്ളത്? ഷാഫി പറമ്പിൽ ഒരു യുവ നേതാവ് എന്ന നിലയിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ നിയമസഭയിലൊക്കെ വളരെ നല്ല പ്രസംഗങ്ങളൊക്കെ കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ K മുരളീധരന് ഒപ്പം നിൽക്കുന്ന ഒരു ശേഷി KK ശൈലജയെ നേരിടാൻ ഷാഫി പറമ്പിലിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ KC വേണുഗോപാൽ പറഞ്ഞ സാമുദായിക സന്തുലനം തന്നെയാണ് വടകരയിലേക്ക് ഷാഫിയെ കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് പാലക്കാട് MLA ആയ ഷാഫി പറമ്പിലിനെ ഷാഫിക്ക് താല്പര്യമില്ലെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് വടകരയിലേക്ക് നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഷാഫിക്ക് നറുക്കു വീണതെന്നാണ് ഞാൻ കരുതുന്നത്. K മുരളീധരൻ ഒരു രക്ഷാദൗത്യം ഏറ്റെടുത്തു, ഒരു രക്ഷകനാണ്, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. ഇതൊരു ഡാമേജ് കൺട്രോൾ മെക്കാനിസം മാത്രമാണ്. വടകരയിൽ K മുരളീധരൻ്റെ പരീക്ഷണം, മുല്ലപ്പള്ളിക്ക് തുടർച്ചയായി K മുരളീധരനും ആ പരീക്ഷണത്തിൽ വിജയിച്ചു. പക്ഷേ ഷാഫി വിജയിക്കുമോ എന്നുള്ളത് അയ്യപ്പനും കോശി സിനിമയിലെ പോലെ കണ്ടറിയണം കോശി. ഷാഫി പറമ്പിൽ അത്ര വലിയൊരു മത്സരം KK ശൈലജയോട് കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളതിന് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അവിടെ ഇപ്പോൾ ഇതിനകം തന്നെ ഈ പത്മജ വേണുഗോപാൽ പോയതിനെക്കുറിച്ച് വടകരയിൽ ഇടത് കേന്ദ്രങ്ങൾ കൃത്യമായ ക്യാമ്പയിൻ, ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ വളരെ സ്ട്രോങ് ആണ് വടകരയിൽ. അവിടെ പെങ്ങൾ പോയി സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും വരും. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ വടകരയിലെ ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ വടകരയുടെ മുക്കും മൂലയും ഒക്കെ ചെന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ വടകരയിലെ ഇടത് കേന്ദ്രങ്ങൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഷാഫി പറമ്പിൽ ചെല്ലുന്നത്. ഇതിനകം തന്നെ K മുരളീധരൻ അവിടെ അതൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടതിൻ്റെ പുലിമട എന്ന് പറഞ്ഞിരുന്ന വടകരയിൽ സതീദേവിയെ അട്ടിമറിച്ച് മുല്ലപ്പള്ളി തുടക്കമിടുന്നു. അതിനുശേഷം മുരളീധരനിലൂടെ 2019 തുടർച്ച കിട്ടുന്നു. അതിനൊരു തുടർച്ച ഷാഫി നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ പണിപ്പാട് പോരാ വടകരയിൽ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം P ജയരാജനെ തകർത്തെറിഞ്ഞ മുരളീധരന് അനുകൂലമായി മറ്റു ചില ഘടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഇക്കുറി അവിടെയില്ല. മാത്രമല്ല TP വധക്കേസിൻ്റെ ഇഫക്റ്റും ശൈലജ നിൽക്കുമ്പോൾ എത്ര കണ്ട് അവിടെ യേശും എന്നുള്ളതും കണ്ടറിയണം. ഇപ്പോൾ ഈ അവിടുത്തെ മലയോര ഗ്രാമങ്ങൾ, കർഷക സമരങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുള്ള മലയോര ഗ്രാമങ്ങൾ പഴയ ഇടത് സ്വഭാവം തന്നെ ഇക്കുറി കാണിക്കാനുള്ള സാധ്യത വടകരയിൽ ഞാൻ കാണുന്നുണ്ട്. അതാണ് വടകരയുടെ ഒരു സ്ഥിതി. അപ്പോൾ 2020 എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കാനാണ് ഇത്തവണ സാധ്യത. പിന്നെ ഈ മട്ടന്നൂരിലെ KK ശൈലജയുടെ ഭൂരിപക്ഷമൊക്കെ ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ്. 60,963 വോട്ട് മട്ടന്നൂർ ഉൾപ്പെടുന്ന വടകരയിൽ KK ശൈലജയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ തന്നെ കിടക്കുകയാണ്. ബാക്കിയിടം മണ്ഡലം വരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ KK ശൈലജ മട്ടന്നൂരിൽ കൈവരിച്ച ആ ഒരു പോരാട്ടം അത് അവർക്ക് ഇവിടെ ആവർത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമില്ല. പിന്നെ പറഞ്ഞ മുസ്ലിം വോട്ടുകൾ, വടകരയിലെ മുസ്ലിം വോട്ടുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് പോക്കറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. K മുരളീധരൻ ആണെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളതും ഷാഫി പറമ്പിൽ നിൽക്കുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ളതും രണ്ട് സ്പ്ലിറ്റാണ്. അപ്പോൾ 4 മണ്ഡലങ്ങൾ, 4 നിയമസഭാ മണ്ഡലങ്ങൾ, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, വടകര, ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ടുകൾ എങ്ങനെ കൃത്യമായി പൂൾ ചെയ്യപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വടകരയിലെ തെരഞ്ഞെടുപ്പ് വിജയം. അപ്പോൾ ലീഗിൽ നിന്ന് 2021 കുറ്റ്യാടി CPIM തിരിച്ചു പിടിച്ചതാണ്. പക്ഷേ ലീഗിന് കുറ്റ്യാടിയിലെ ശക്തിയൊന്നും ക്ഷയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷാഫിക്കൊപ്പം അത് കൃത്യമായി നിൽക്കുകയും കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ നിലപാട് അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഡിസിസീവ് ഫാക്ടറായി മാറാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും വടകരയുടെ ഒരു ഫിഗർ നിൽക്കുക. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ K മുരളീധരൻ വന്നതുകൊണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഇതിനകം തന്നെ വളരെയേറെ മുന്നിലേക്ക് പോയിരിക്കുന്നു പ്രചാരണത്തിൽ. കാരണം നേരത്തെ തന്നെ തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. TN പ്രതാപനും കുറേ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും സ്നേഹക്കട തുറന്ന് വടയും ചായയും അങ്ങനെയൊക്കെ തുടങ്ങി. പ്രതാപൻ ശരിക്കും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞ ഒരാൾ 3.5 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിച്ചിറക്കി വെച്ച് അതെല്ലാം നശിപ്പിക്കേണ്ടി വരുന്ന ആ നിരാശയൊന്നും പുറത്ത് കാണിക്കുന്നില്ല. കാരണം പ്രതാപന് താല്പര്യം മണലൂർ നിയമസഭാ സീറ്റും ഒരു മന്ത്രിസ്ഥാനവും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ചുമരെഴുതുന്ന ഒരു പ്രതാപനെ നമ്മൾ ഇന്ന് കണ്ടത് എന്ന് വേണം കരുതാൻ. എന്തായാലും അത് ആ പാർട്ടിയുടെ കാര്യമാണ്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ K മുരളീധരൻ വന്നതുകൊണ്ട് എളുപ്പത്തിൽ അങ്ങ് ജയിച്ചു കയറുമെന്ന് തൃശ്ശൂരിലും ഞാൻ കരുതുന്നില്ല. പിന്നെ കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ K സുധാകരൻ മത്സരിക്കുന്നു. K സുധാകരൻ മത്സരിച്ചാൽ കണ്ണൂർ ഉറപ്പാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം MV ജയരാജൻ പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ലീഡ് എടുത്തിട്ടുണ്ട് കണ്ണൂരിൽ. മാത്രമല്ല K സുധാകരൻ ആ പഴയ ക്രൗഡ് പുള്ളർ ശേഷിയുണ്ട്. അതായത് ഇടതു കോട്ടകളിൽ ചെന്ന് കയറി വോട്ട് പെറുക്കിയെടുക്കുന്ന BJP വോട്ടുകളും കൂടി സമാഹരിക്കാൻ കഴിയുന്ന ഒരു K സുധാകരനാണോ കണ്ണൂരിൽ ഇക്കുറി എന്നുള്ളത് നമ്മൾ
കുറച്ചുകൂടി കാത്തിരുന്നാലേ അത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും സി രഘുനാഥ് കോൺഗ്രസ് വോട്ടുകൾ കുറച്ചെങ്കിലും പിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി കണ്ണൂരിൽ നിൽക്കുകയാണ്. അപ്പോൾ കണ്ണൂരും ഉറപ്പിച്ച് 20-1 ഉറപ്പ് കണ്ണൂരാണ് എന്നൊന്നും UDF പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും സി രഘുനാഥ് കോൺഗ്രസിന്റെ ആ വോട്ട് ബാങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വിള്ളൽ വീഴ്ത്തി കുറേ വോട്ടുകൾ സമാഹരിക്കുകയും BJPയുടെ വോട്ടുകൾ കൃത്യമായി സി രഘുനാഥിന് തന്നെ പൂൾ ചെയ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ കെ സുധാകരന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണ് KC വേണുഗോപാലിന്റെ എതിരാളി. ശോഭാ സുരേന്ദ്രൻ കുറച്ചേറെ വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ KC വേണുഗോപാലിന് ആലപ്പുഴയിൽ കൃത്യമായ ഒരു അടിസ്ഥാന വോട്ടുകളുണ്ട്. ആ സമുദായ വോട്ടുകളൊക്കെ കൃത്യമായി KC വേണുഗോപാലിലേക്ക് വരികയാണെങ്കിൽ KCക്ക് ഈസിയാണ്. പക്ഷേ സുധാകരൻ അത്ര ഈസിയാണെന്ന് ഞാൻ കരുതുന്നില്ല. മുരളീധരനും അത്ര ഈസിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഷാഫിക്ക് നല്ല വെല്ലുവിളിയുമാണ് വടകരയിൽ. അപ്പോൾ ഈ മാറ്റങ്ങൾ അത് ഒരു പൊരുതുന്ന ലിസ്റ്റ്, പോരാട്ടം ലിസ്റ്റിലുണ്ട്. പക്ഷേ അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആ പോരാട്ടം അപ്പുറത്ത് നിൽക്കുന്നവർ നല്ല പോരാളികളാണ്. ഇടതുപക്ഷത്തിൻ്റെതായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയാലും. നമ്മൾ നേരത്തെ കേട്ടിരുന്നത് രാഹുൽ ഗാന്ധിയും KCയും ഒരുമിച്ച് മത്സരിക്കില്ല, രാഹുൽ വയനാട്ടിൽ വരികയാണെങ്കിൽ KC മത്സരിക്കാനുണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. KC മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. നേരത്തെ സുജിയ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അക്കാര്യത്തിൽ. കാരണം KC ആലപ്പുഴയിൽ വന്നതോടുകൂടി നിലവിലൊരു LDF ചായ്വ് ഉണ്ടായിരുന്ന ആലപ്പുഴയിൽ അഡ്വാൻറ്റേജ് UDF ആയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതെങ്ങനെയാണ് ഇനിയിപ്പോൾ ഒരുപാട് ദിവസങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിക്ക് മുമ്പ് ഓരോ മണ്ഡലത്തെയും കാണുന്ന പോലെയല്ല സ്ഥാനാർത്ഥിക്ക് ശേഷം ഓരോ മണ്ഡലത്തെയും കാണുന്നത്. ഇനി ഇവരുടെയൊക്കെ ക്യാമ്പയിന് ശേഷം വേറൊരു ട്രെൻഡ് രൂപപ്പെടും. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നതൊന്നും അവസാനമാക്കല്ല. പക്ഷേ എങ്കിൽ പോലും ആലപ്പുഴയിൽ ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അവിടെ പ്രവർത്തകർക്ക് KC വേണുഗോപാൽ എന്ന് പറയുന്നൊരു വികാരമുണ്ട്. ആ വികാരം സ്വാഭാവികമായും KC വേണുഗോപാലിന് ഒരു വിജയത്തിലേക്ക് എത്തിപ്പെടാനുള്ള നല്ല ചവിട്ട് വഴിയാണ്. പക്ഷേ ഇവിടെ BJPയുടെ വോട്ട് ശോഭാ സുരേന്ദ്രനിലൂടെ എങ്ങനെയാണ് എമേർജ് ചെയ്യുക എന്ന് പറയാനാകില്ല. നേരത്തെയൊക്കെ BJP വലിയ സ്ഥാനാർത്ഥികൾ നോക്കൂ, അവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ധ്രുവീകരണം ആ നിലയിൽ ചില മേഖലകളിലെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ മുസ്ലിം ഹിന്ദു ധ്രുവീകരണം സാധ്യമായിട്ടുള്ളൊരു ജില്ലയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവിടെ തുടരെ കൊലപാതകമൊക്കെ ഉണ്ടായത്. അതൊന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏതായാലും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ആ ധ്രുവീകരണം ഉപയോഗിക്കാനാണ് BJPയുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. അവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് എതിരായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് K മുരളീധരൻ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ സ്മൃതിയും ഡോക്ടർ അരുണും ചൂണ്ടിക്കാണിച്ചതുപോലെ ഷാഫി പറമ്പിൽ നല്ല KSU സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ, ഇപ്പോൾ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ അതിശക്തമായിട്ടുള്ള ഫൈറ്ററായിട്ടുള്ള ഒരാളാണ്. അതിലൊന്നും തർക്കമില്ല. ഷാഫി പറമ്പിലിനെ ഒരു സ്ഥാനാർത്ഥിയാക്കുകയല്ല ചെയ്തിട്ടുള്ളത്. പകരം എന്താ ചെയ്തിട്ടുള്ളത്? ഒരു മുസ്ലിം സമുദായക്കാരനായ സ്ഥാനാർത്ഥിയെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കണം. അതിന് പറ്റിയ ഒരാളെ എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയി അവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വടകര ലോക്സഭാ മണ്ഡലം എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ വരാനിരിക്കുന്ന ദിവസമാണ്. വടകരയിൽ ഷംസീറും മുല്ലപ്പള്ളിയും തമ്മിലുള്ള മത്സരത്തിൽ മുല്ലപ്പള്ളി ജയിച്ചെങ്കിലും ഷംസീറിന് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. ഷംസീർ 3000, എനിക്ക് തോന്നുന്നു 1000-നും 3000-നും ഇടയിലുള്ള വോട്ടുകൾക്കാണ് ഷംസീർ. അത് ആ പേരിൽ തന്നെ നേരത്തെ ഇവിടെ സുജിയെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വഭാവം കഴിഞ്ഞ 2014 ലോക്സഭാ മണ്ഡലത്തിലൂടെ തന്നെ എത്തിയിരുന്നു. പക്ഷേ അവിടെ ഷംസീറിന് ചില ഘടകങ്ങൾ, അവിടെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ഷംസീർ മത്സരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഒന്ന്, TP ചന്ദ്രശേഖരൻ്റെ വിഷയമുണ്ട്. 2, CPM-ൽ അതിശക്തമായിട്ടുള്ള വിഭാഗീയത നടമാടുന്ന സമയമാണ്. ഞാനതാ പറഞ്ഞത്, TP വിഷയം നിൽക്കുമ്പോഴും ഷംസീറിന് അത്രയും വോട്ട് കിട്ടുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ആ രൂപത്തിൽ ന്യൂനപക്ഷ പേരുകാരനാണെങ്കിൽ നമുക്ക് എത്ര കണ്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അവിടെ കൊയിലാണ്ടി, നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ കൊയിലാണ്ടി, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിലൊക്കെ തന്നെയും നല്ല രീതിയിലുള്ള മുസ്ലിം വോട്ടുകളുണ്ട്. ഇപ്പുറത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഹിന്ദു വോട്ടുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നേരത്തെ KVS ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. 60 ശേഷം അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല, മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അബദ്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇരു മുന്നണികളും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടുള്ള ഇപ്പോൾ അഡ്വക്കേറ്റ് ടി ആസഫ് അലി ഞാൻ എന്നും അതിശയിച്ചു പോയിട്ടുണ്ട്. ഇത്രയും നല്ല വാഗ്മിയായിട്ടുള്ള ഒരാൾ, നിയമപരമായ പാണ്ഡിത്യമുള്ള ഒരാൾ. അഡ്വക്കേറ്റ് ടി ആസഫ് അലിയുടെ മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിലും അഡ്വക്കേറ്റ് ടി ആസഫ് അലിക്ക് അവിടെ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല.
ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വർദ്ധിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ സാധ്യത അദ്ദേഹത്തിന് നൽകാതിരുന്നത്. ആസിഫ് അലിയൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോകേണ്ട ഒരു അഭിഭാഷകനാണ്. എനിക്ക് എതിരായി വാദിച്ചിട്ടുള്ള അഭിഭാഷകനാണ് കേട്ടോ. എങ്കിൽ പോലും എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു അഭിഭാഷകനാണ്. അപ്പോൾ ആസിഫ് അലിയെ പോലുള്ള ഒരാൾ പാർലമെൻറ്റ് പക്ഷേ കിട്ടാത്തതിൻ്റെ കാരണം പ്രധാനമായും ഈ ഒരു ഘടകമായിട്ടുണ്ടാകാം എന്ന് ഞാൻ സംശയിക്കുകയാണ്. നമുക്ക് ആലപ്പുഴയിൽ ഒരു അഡ്വാൻറ്റേജ് UDF ആയിട്ടുണ്ടെങ്കിൽ, പക്ഷെ വടകരയിൽ നിലവിൽ ഇനി ഷാഫി അവിടെ പോയി വലിയ നിലയിൽ ഡ്രമാറ്റിക്കായി സീൻ ചേഞ്ച് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിലവിൽ അത് ശൈലജ ടീച്ചറോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. ഇല്ല, നമ്മൾ വയനാട്ടിലേക്ക് വന്നാൽ രാഹുൽ ഗാന്ധിയുടെ പഴയ പ്രതാപം ഇപ്പോൾ ഇല്ല കേട്ടോ. രാഹുൽ ഗാന്ധി 2019 മത്സരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന് കേരളം വിശ്വസിച്ചിരുന്നു. അന്നത്തെ പോളുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ ഇരട്ടി, പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയുടെ ഇരട്ടി നമ്പർ കൈവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ ആ നിലയിലില്ല. നരേന്ദ്രമോദി കുറേയൊക്കെ കേരളത്തിൽ സ്വീകാര്യമായിട്ടുള്ളൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അതാണ് ചിത്രം. എനിക്ക് ആ വിശ്വാസമില്ലെങ്കിലും അതാണ് ചിത്രം എന്നുള്ളതാണ്. അപ്പോൾ ആ പഴയ ഒരു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ പ്രതീക്ഷിക്കേണ്ട. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ മറ്റ് മണ്ഡലങ്ങളിലേക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രഭാവം പ്രസരിക്കുമല്ലോ, അതും ഇത്തവണ വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നേരത്തെ സുജി തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുധാകരന് വാക്ക് ഓവർ എന്ന് പറയാറായിട്ടില്ല. സുധാകരൻ രണ്ട് തരത്തിൽ പ്രശ്നമാണ്. ഒന്ന്, ആരോഗ്യം, അദ്ദേഹത്തിന് മനസ്സെത്തുന്നിടത്ത് ഓടിയെത്താനുള്ള ശാരീരികമായ ഇതുണ്ടോ. പിന്നെ രണ്ടാമത്, നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ തോറ്റത് ഒരു തവണ അദ്ദേഹം വൺ ടൈം വണ്ടറാണ് എപ്പോഴും സുധാകരൻ. അവിടെ ആദ്യ തവണ മത്സരിക്കുമ്പോൾ സുധാകരൻ ഒരു വലിയ പോരാട്ട വീര്യമൊക്കെ കാണിക്കും, അങ്ങനെ സുധാകരൻ ജയിക്കും. രണ്ടാമത്തെ തവണ ആൻറ്റി ഇൻകുംബൻസി സുധാകരനെതിരെ പ്രവർത്തിക്കും. ഇപ്പോൾ ആ ആൻറ്റി ഇൻകുംബൻസി കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഘട്ടം. പക്ഷേ പ്രൊവൈഡഡ് അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടുത്തെ BJP സ്ഥാനാർത്ഥി BJPയുടെ വോട്ടുകൾ പിടിക്കണം എന്നുള്ളതാണ്. പഴയ സുധാകരൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി എന്നുള്ളത് കൊണ്ട് എത്ര കണ്ട് വോട്ടുകൾ അയാൾക്ക് BJP വോട്ടുകൾ സമാഹരിക്കാൻ, എത്ര കണ്ട BJP വോട്ടുകൾ സമാഹരിക്കാൻ. BJPക്കാർ എന്തിനു വോട്ട് ചെയ്യണം? ഈ കോൺഗ്രസിൽ നിന്നുള്ള ഈ ഡ്രോപ്പ് ഔട്ട്സിനെ BJP കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ BJPക്കാർക്ക് തന്നെ അതിനകത്തൊരു വലിയ രീതിയിൽ വിഷമവും ദുഃഖമൊക്കെ തോന്നില്ലേ? ഞങ്ങളുടെയൊക്കെ എത്രയോ നേതാക്കൾ അവിടെ കണ്ണൂർ ജില്ലയിലൊക്കെ എത്ര നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഇയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടുത്തെ BJPക്കാരെ ഒന്നുകിൽ നോട്ടക്കൂത്തും അല്ലെങ്കിൽ സുധാകരൻ ഇതിനേക്കാളും നന്നായി CPM-നെ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഈ പറയുന്ന ഡ്രോപ്പ് ഔട്ട്സിനെ എടുക്കുന്നത് എന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ BJP സ്ഥാനാർത്ഥിക്ക് വലിയ നിലയിൽ BJP അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. MV ജയരാജൻ്റെ കാര്യം പ്രശ്നമാണ്. BJP വോട്ടുകൾ പൂർണ്ണമായും സമാഹരിക്കുകയാണെങ്കിൽ കിട്ടും. MV ജയരാജന് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡ് അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരട്ടെ, ബാക്കിയുള്ളത് ഞാൻ. എനിക്ക് കുറച്ച് വേറൊരു രീതിയിൽ ഇതിനെ കണ്ടാലേ, നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞു തുടങ്ങിയതുപോലെ ഈ KC വേണുഗോപാൽ 21/6/2026 വരെ രാജ്യസഭയിൽ അംഗത്വമുണ്ട്. ഒന്നാലോചിച്ച് നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു 4 അംഗങ്ങളുടെ മാത്രം വ്യത്യാസത്തിലാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം കുറവ് BJPക്ക്. ഭരണഘടന പോലും മാറ്റി എഴുതുമോ ഇനി വരാൻ പോകുന്ന BJP സർക്കാർ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും കയ്യിലുള്ള ഒരു രാജ്യസഭാ സീറ്റ് അവിടെ കളഞ്ഞ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനായിട്ട് KC വേണുഗോപാൽ എത്തുമ്പോൾ അതെന്തു സന്ദേശമാണ് നൽകുന്നതെന്നറിയില്ല. ഇപ്പോഴത്തെ ഘട്ടത്തിൽ രാജസ്ഥാനിൽ നിന്ന് മറ്റൊരു കോൺഗ്രസ് രാജ്യസഭാ MP തിരഞ്ഞെടുക്കാനും കഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം പാലക്കാട് മണ്ഡലത്തിൽ 50,000-ഓളം വോട്ടുകൾ പിടിച്ചു കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി. ആ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് ഷാഫി പറമ്പിൽ എന്നൊരു ലീഡറുടെ കരിസ്മ കൂടിയുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ ഇനി പാലക്കാട്ട് നിന്നും വടകരയിലേക്ക് പോയി ഇനി ജയിച്ചു കയറുകയാണെങ്കിൽ, ദറ്റ് ഇസ് എ പ്ലാൻ A, അങ്ങനെ വിജയിച്ചു കയറുകയാണെങ്കിൽ ഇവിടെ പാലക്കാട് BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കൂടുകയാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളെയും കോൺഗ്രസ് എങ്ങനെയാണ് ഇനി നേരിടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒന്ന്, കയ്യിലുള്ള BJPയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തിയത് BJPയുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്ത് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ വരുന്നു. മറിച്ച്
പാലക്കാട് വളരെ ശക്തനായ BJPക്കെതിരെ ശക്തമായി പോരാടിയ ഒരു സ്ഥാനാർത്ഥി പാലക്കാട് മണ്ഡലം വിട്ട് വടകര ലോക്സഭയിലേക്ക് പോകുമ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ അതേപോലെ ശേഷിയുള്ളൊരു നേതാവിനെ കണ്ടെത്തുക എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ സംഘടന 2 ദേശീയ സംഘടനാ നേതാക്കളാണ്. ഒന്ന് രാഹുൽ ഗാന്ധി, 2 KC വേണുഗോപാൽ. അവർ മത്സരിക്കുന്നത് കേരളത്തിൽ തന്നെ മതേതര മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രബലരോടാണ്. അപ്പോൾ എന്തു സന്ദേശമാണ് കോൺഗ്രസ് ഇത് കൊടുക്കുക എന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ വടക്കൻ കേരളത്തിലൂടെയുള്ള ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അവിടെ സിറ്റിംഗ് MPമാരോടുള്ള പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ഇൻകുംബൻസി എന്ന് പറയുന്നത് ആ മണ്ഡലം സ്പെസിഫിക്കായി അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വടകരയിലും വളരെ വ്യക്തമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊണ്ടുവന്ന പ്രോജക്റ്റുകൾക്കപ്പുറം എന്താണ് വടകരയിൽ മുരളീധരൻ കൊണ്ടുവന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ മുരളീധരൻ വടകരയിൽ നിന്ന് പോകേണ്ടതുണ്ട് എന്ന ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാരണം അതാണ്. ഇത് തന്നെയാണ് TN പ്രതാപൻ്റെ കാര്യത്തിലും തൃശ്ശൂരിലും ഉണ്ടായിരുന്നത്. സിറ്റിംഗ് MP എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ അവിടുത്തെ പല ജനങ്ങൾ നമ്മുടെ സർവേയിൽ തന്നെ ഇത് റിഫ്ലക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ഇത് കൂടുതലാണ്. കാരണം ഏറ്റവും കുറച്ച് അറ്റൻഡൻസ് ഉള്ള ഒരു MP ആയിരുന്നു, ഏറ്റവും കുറച്ച് ഫണ്ട് ചെലവഴിച്ചൊരു MP ആയിരുന്നു, വളരെ കുറച്ച് മാത്രം മണ്ഡലത്തിൽ സജീവമായൊരു MP ആയിരുന്നു K. സുധാകരൻ എന്നുള്ളതും ഒരു വലിയ തിരിച്ചടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആ വികാരം വളരെ ശക്തമാണ്. അപ്പോൾ ഈ സ്ഥാനചലനം കൊണ്ട് ചുരുങ്ങിയത് K. മുരളീധരൻ്റെ ആൻറ്റി ഇൻകംബൻസിയെ മറികടക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞാൽ ആ ഫാക്ടർ അവിടെ സേവാണ്. പക്ഷേ അപ്പോഴും മറ്റു ചില ഘടകങ്ങൾ അവിടെ നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണൽ സമവാക്യങ്ങളുണ്ട്. തൃശ്ശൂരിലും അത് ഒരേ സമയം തന്നെ TN പ്രതാപനെതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി മറികടക്കാൻ വീണ്ടും K. മുരളീധരൻ വരുന്നതിലൂടെ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു ക്രൈസിസ് ഓപ്പറേഷൻ ബൈപ്പാസ് സർജറിയാണ്. പക്ഷേ ഷാഫി പോയാൽ പാലക്കാട് BJP പിടിക്കുമെന്നുള്ളൊരു അതിവായനയായി കൂടി കണ്ടുകൂടെ? അവിടെ ഒരു കൃഷ്ണകുമാർ എന്നൊരു നേതാവ് എന്നതിനപ്പുറം വേറെ മുഖങ്ങളുണ്ടോ? അതുകൂടി പ്രധാനപ്പെട്ട ഘടകമല്ലേ? നോക്കൂ, 2 തവണ പാലക്കാട് 2 തവണ BJP സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് വന്നു. ഒന്ന് ശോഭാ സുരേന്ദ്രനാണ്, മറ്റൊന്ന് മെട്രോമാൻ EM ശ്രീധരനാണ്. പാലക്കാടാണ് കേരളത്തിൽ BJP ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി. പാലക്കാടിൻ്റെ പല വിസിബിലിറ്റിയിലും തിരുവനന്തപുരം പോലെയല്ല, BJPക്ക് വളരെ സ്ട്രോങ് ഹോൾഡുള്ള മേഖലയാണ്. അവിടെയാണ് പാലക്കാട് ഷാഫി പറമ്പിൽ പോലെയുള്ളൊരു നേതാവ് ഹിന്ദു വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് BJPയുടെ വലിയ ആധിപത്യത്തെ ചെറുക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ കരിസ്മയുള്ളൊരു നേതാവ് വരണം. അതത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം 3ാം സ്ഥാനത്ത് പോയി ഈ CPMൻ്റെ പ്രതിനിധി എന്നുള്ളത് ഓർമ്മിക്കണം, CPMൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഓർമ്മിക്കണം. അതുകൊണ്ട് അവിടെ UDFലാണ് എന്തെങ്കിലും എഡ്ജുള്ളത്. പക്ഷേ ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒരേപോലെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സെക്യുലർ മുഖം ഷാഫി പറമ്പിലിനെ ചെറുപ്പക്കാരുടെ ഷാഫിയുടെ ഒരു സെക്യുലർ മുഖമാണ് യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചിട്ടുള്ളത്. അല്ലാതെ ഹിന്ദു വോട്ടുകളും മുസ്ലിം വോട്ടുകളും എന്നുള്ള ധ്രുവീകരണം അല്ല. ഷാഫി 2 വോട്ടുകളും ശരിയാവണ്ണം പിടിക്കുകയും ഷാഫി ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഷാഫി അവിടെ 1ാം സ്ഥാനത്തെത്തിയത്. അല്ലാതെ വോട്ടുകൾ കുറഞ്ഞതുകൊണ്ടല്ല, ആ വോട്ടുകൾ കൂടി ഷാഫിയിലേക്ക് പോയിട്ടുണ്ട്. സംശയം എന്താ കാര്യത്തില് BJPയും ഷാഫിയും തമ്മിലുള്ള മത്സരം നേരിട്ട് വരുന്ന സമയത്ത് ലെഫ്റ്റ് വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്യും, സ്വാഭാവികമായി ചെയ്യുന്നതാണ്. അതൊന്നും ആരും ആഹ്വാനം ചെയ്തിട്ട് ഒരു കാര്യം കൂടിയുണ്ട് നികേഷ് കുമാർ. ഈ ഷാഫി പറമ്പിൽ വിജയിക്കുന്ന ഘട്ടം കൂടി നോക്കണം. ഇപ്പോൾ രാമസ്വാമിയെ പോലെ KV ഗോപിനാഥിനെ പോലെയുള്ള കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് വിമതരുടെ ഒരു വലിയ ശല്യം കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുന്ന ഘട്ടത്തിൽ കൂടിയാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അതത്ര ചെറിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഷാഫി അവിടെ മത്സരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന സമയത്താണ് ഷാഫി മത്സരിക്കുന്നത്. ഞാൻ ആ സമയത്ത് ആ മണ്ഡലത്തിലുണ്ട്. ഷാഫി മത്സരിക്കുമ്പോൾ ഷാഫി വളരെ വൈകാരികമായി ആ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയമായ രീതിയിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുകയാണ്. ഒരു KSU സംസ്ഥാന പ്രസിഡന്റിനൊക്കെ 26 വയസ്സിലൊക്കെ ഒരു നിയമസഭാ മണ്ഡലം പാർട്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് ഞാൻ ജയിച്ചില്ലെങ്കിൽ എന്താകും സ്ഥിതി, അല്ലെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും എന്നൊക്കെ വളരെ ഉള്ളു തുറന്ന് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഷാഫി അതിനെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു സംശയമില്ല ആസ്മതി, അതായത് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലാണ്. കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ഷാഫി പറമ്പിലിനെ കൊണ്ടുപോയി ഒരു റിസ്ക് എടുത്ത് വടകരയിൽ ഇടുമ്പം അങ്ങനെ ഒരു നേതാവിൽ ഉണ്ടാകുന്ന ഒരു ഡാമേജ് KC വേണുഗോപാലിൻ്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാവുന്ന ഒരു കാര്യമാണോ എന്നുള്ള കാര്യം കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ടതായിരുന്നു. ഏതായാലും ഷാഫി ഒരു ഫൈറ്ററാണ്, ഷാഫി വടകരയിൽ മത്സരിക്കട്ടെ എന്നുള്ളതാണ്. നമുക്കിവിടെ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മുരളീധരനെ ഒരു കോൺഗ്രസ് വികാരം ഉണർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഈ പത്മജ
ഔട്ട്കമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ആംഗിളാണ്. പത്മജ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നു. ഉടനെ മുരളിയും ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നതുണ്ടല്ലോ, പെങ്ങൾ പോയി ഇനി അടുത്ത ആങ്ങളെയാണ് എന്നുള്ള നിലയിൽ മുരളിയെ സംശയിക്കുമെന്നായിരുന്നല്ലോ നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. മുരളീധരന് ഒരു കോൺഗ്രസ് വികാരം ഒപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ മുരളീധരൻ അത് നന്നായി ഉപയോഗിക്കുന്നുമുണ്ട്. പെട്ടെന്നാണ് ഈ പറയുന്ന മാറ്റം ഉണ്ടായത്. തൃശ്ശൂരിലേക്ക് വരുന്നു. ഞാൻ മുരളി ഭവനിൽ നിന്ന് തന്നെയാണ് പ്രചരണം തുടങ്ങുക, അച്ഛൻ്റെയും അമ്മയുടെയും ശവകുടീരത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ നാളെ വലിയ നിലയിലൊരു ക്യാമറ പ്രസൻസ് മുരളീധരൻ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നാളെ നമ്മുടെയൊക്കെ ക്യാമറ ഇരിക്കാൻ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മുരളി ഭവനിലാണ്. അപ്പോൾ അവിടെ മുരളീധരൻ ചിലപ്പോൾ ഒന്ന് കണ്ണീരണിയൊക്കെ ചെയ്യും. അപ്പോൾ ആ നിലയിലൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. നേരത്തെ ജേക്കബ് ജോർജ് ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ തടഞ്ഞു നിർത്തിയ ആദ്യത്തെ ആൾ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും രണ്ടാമത്തെ ആൾ K കരുണാകരനുമാണെന്നുള്ളതാണ്. K കരുണാകരൻ കൊലീബി സഖ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ BJP-യുടെ വോട്ട് സമർത്ഥമായി ചോർത്തി UDF-ൻ്റെ പോക്കറ്റിലിടുന്നതിൽ മിടുക്കനായിരുന്നു K കരുണാകരൻ. ആ നിലയിൽ അങ്ങോട്ട് വോട്ട് പോവാതെ ഇങ്ങോട്ട് വോട്ട് കൃത്യമായി കിട്ടുന്ന വിധത്തിൽ അത് ക്രമീകരിക്കാനും K കരുണാകരൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ആ തെരഞ്ഞെടുപ്പിൽ വലിയ നിലയിൽ വിജയം ഉണ്ടാക്കാൻ BJP-ക്ക് സാധിക്കാത്തതിനെ ആ ആംഗിളിലാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. നമുക്കിവിടെ പക്ഷേ മറുഭാഗത്ത് അങ്ങനെ മുരളീധരൻ ഒറ്റയ്ക്ക് ജയിക്കണ്ട. മറുഭാഗത്ത് ഇപ്പോൾ ഞാൻ പത്മജയുടെ പല ചാനലുകളിലെയും മറ്റുമൊക്കെ ഇൻ്റർവ്യൂ നോക്കുകയായിരുന്നു. പത്മജ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു ട്രെയിലർ ഇന്ന് തന്നിട്ടുണ്ട്. ഒന്ന്, വൃത്തികേട് പെണ്ണുങ്ങളുടെ അടുത്ത് പറയലാണ് കോൺഗ്രസ്സുകാരുടെ പണി. ഒരു പെണ്ണിനെയും ജയിക്കാൻ അനുവദിക്കില്ല. ഈ പ്രിയങ്കയുടെ പരിപാടിക്കായി എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പറ്റിച്ചു. 50 ലക്ഷം രൂപ ചോദിച്ചു, 22 ലക്ഷം രൂപ നൽകി. അന്ന് പ്രിയങ്കയോടൊപ്പം വാഹനത്തിൽ കയറാൻ വേണ്ടി തൃശ്ശൂർ സിറ്റിയിൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നെ DCC പ്രസിഡന്റ് തടഞ്ഞു എന്ന് മാത്രമല്ല വഴക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഗദ്ഗത കണ്ടയാവുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കോൺഗ്രസ് വികാരം മുരളി ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് മർമ്മത്തിൽ കുത്തിയിട്ടുമുണ്ട് പ്രിയങ്ക. അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പത്മജ അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇന്ദിരാഭവനും മാരാർജി ഭവനും രണ്ടും എനിക്ക് ഒരുപോലെയാണ്. രണ്ട് വീടുകളാണ് അത്ര. രണ്ട് വീടും സ്വന്തമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ അല്ല, പത്മജയുടെ. കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഒരേ കൂടി സ്മൃതി, ഇതിനകത്ത് ഈ പത്മജ എപ്പിസോഡിൽ ഏറ്റവും പഞ്ച് ഡയലോഗ് തന്നത് ശോഭാ സുരേന്ദ്രനാണ്. അതാണ് മുരളീധരനെ ഈ വേട്ടയാടാൻ പോകുന്ന ഡയലോഗ്. മുരളീധരനെതിരെ സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എപ്പോഴാണ് മുരളീധരനെ മുരളീജി എന്ന് വിളിക്കേണ്ടി വരുന്നത്? അതിന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡോക്ടർ അരുൺ. അതായത് പത്മജ ഇപ്പോൾ BJP-യിലേക്ക് പോയി, മോദി ഊണ് കഴിക്കാൻ വിളിച്ചാൽ പോകും എന്ന് മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഇനി ഗ്രൗണ്ടിൽ, അതായത് ഈ മുരളീധരനൊക്കെ മത്സരിക്കുന്ന സീറ്റുകളിലെ ഈ വൈകുന്നേരത്തെ മെഗാഫോൺ വെച്ചുള്ള പ്രസംഗം ഉണ്ടല്ലോ, അതിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത് ഈ ഒരു ഫാക്ടറായി. എനിക്ക് തോന്നുന്നത് ശോഭാ സുരേന്ദ്രൻ സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. PC ജോർജിനെ അതിരൂക്ഷമായി വിമർശിച്ച് ചീത്ത വിളിച്ച് പറഞ്ഞിട്ടുള്ള ബൈറ്റുകളൊക്കെ ഇപ്പോൾ ഓടി നടക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ G എന്ന് വിളിക്കേണ്ടി വന്നല്ലോ, പാർട്ടിയിലേക്ക് വന്നല്ലോ. ആ ഒരു അനുഭവത്തിൽ G എന്ന് വിളിക്കുന്നത് ഇപ്പം മലയാളികൾ അത്ര അപമാനമായി ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ G എന്ന വിളി കേൾക്കാൻ പത്മജ ആദ്യം പക്ഷെ നല്ലതായിരുന്നു, പിന്നെയാണത് മാറിയത്, അർത്ഥം മാറിയത്. അപ്പോൾ ആ ഒരു അൺടച്ചബിലിറ്റി മാറി വരുന്നുണ്ട് പത്മജയും അനിൽ ആന്റണിയും ഒക്കെ വന്നതിന് പിന്നാലെ. അതൊരു വസ്തുതയാണ്. നേരത്തെ നികേഷ് സാറ് നരേന്ദ്രമോദി കേരളത്തിന് അത്ര പോപ്പുലർ ആകുന്നത് സ്വന്തമേ തോന്നുന്നില്ല എങ്കിലും അത് ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിപ്പോൾ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗ്രൗണ്ടിൽ ആകെ ഒരു മത്സര ചിത്രമുള്ളത് തൃശ്ശൂരിൽ മാത്രമേ ഉള്ളൂ. പൊരുതുന്ന ലിസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഈ ലിസ്റ്റ് പൊരുതുന്ന ലിസ്റ്റാണ്. ഇത് കഴിഞ്ഞാലും പോരാട്ടം അവസാനിക്കുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച്. മാത്രമല്ല, ഏത് ഘട്ടത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് എന്ന് ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ നേരത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ ഇറങ്ങി വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പാവം മാധ്യമ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വരണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മിക്കവാറും ഉണ്ടാവില്ലേ, ഏപ്രിൽ പകുതിയാവും. പൊരുതുന്ന ലിസ്റ്റോ എന്ന ചോദ്യത്തിന് പൊരുതുന്ന ലിസ്റ്റ് എന്ന് തന്നെയാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇനി നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.